ബാറ്ററി ചാർജ് മാറ്റാമെന്ന അക്ബറിനെയും സാബുമോനെയും ആര്യനെയും അകത്തിട്ട് പൂട്ടി അനിമോള്, ആദില, നൂറ. നല്ല ശക്തിയിലാണ് 3 പേരും കൂടെ പിടിച്ച് വലിക്കുന്നത്. അകത്ത് നിൽക്കുന്നവർക്ക് ഒരു സംശയവും തോന്നാത്തതാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒരു അനക്കവും ഇല്ലാതെ നല്ല ശക്തിയിൽ പിടിച്ച് വലിച്ചേക്കുക. അകത്ത് നിൽക്കുന്നവർ വിളിച്ച് പറയുന്നത് ബിഗ് ബോസ് തുറക്കുന്ന ആര്യൻ കിടന്ന് പറയുന്നത്, ആര്യൻ വിചാരിക്കുന്ന ബിഗ് ബോസ് തന്നെ പൂട്ടിയതാണെന്നാണ്. ഇത് ബിഗ് ബോസ് തുറക്കുക. അപ്പം അക്ബർ പറയുന്നത് അല്ലടാ, ഇത് പുറത്തുനിന്ന് ആരാണ്ട് പിടിച്ചേക്കുക, ഷാനാസിക്ക് എങ്ങനെ ആയിരിക്കും. ഇല്ല ഇത് പുറത്തുനിന്നല്ല, ഇത് ബിഗ് ബോസ് പൂട്ടിയിരിക്കുക. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്ന് ആര്യം ചോദിക്കുക. ഇത് ബിഗ് ബോസ്സാ, ഇത് കണ്ടറിഞ്ഞൂടെ, ഇത് പുറത്തുനിന്നും അല്ല എന്നൊക്കെ ആര്യം പറയണം. അപ്പോഴും അക്ബർ മേലോട്ടൊക്കെ നോക്കിയിട്ട് പറയുന്നത് അല്ലടാ, ഇത് ബിഗ് ബോസ് അല്ല, ഇത് പുറത്തുനിന്ന് ഷാനാസിക്കാണെന്നാണ് എനിക്ക് സംശയം. ഇത്രയും ശക്തിയിൽ പിടിച്ച ഷാനാസിക്ക. പക്ഷെ നമുക്കിത് പിടിച്ചാൽ തുറക്കാൻ പറ്റും. ഈ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ. ആര്യം പറയുന്നത് അല്ല, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത, ഇത് ബിഗ് ബോസ് പൂട്ടിയതാ. അയ്യോ എന്തോ ചെയ്യും ഇപ്പോൾ രാത്രിയിൽ, എന്തായിരിക്കും ബിഗ് ബോസ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയാം. അപ്പം സാബുമോനും പറയുന്നത് ഇത് ലോക്കാണ്. അപ്പം ഇവിടെ ഭയങ്കര ശക്തിയിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ വിടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ അക്ബർ പറയുന്ന ഇത് എനിക്ക് സംശയം, ഇത് പുറത്തുനിന്ന് പിടിച്ച് വലിച്ചേക്കുവാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ലോക്കാണ്. കാരണം ഈ ഡോറ് കുലുങ്ങുന്നടാ, നീ മേലോട്ട് നോക്കും, ഡോറ് കുലുങ്ങുന്നു. അപ്പം ആര്യൻ മേലോട്ട് നോക്കട്ടെ, എടാ ഇല്ലടാ, അത് ബിഗ് ബോസ് പൂട്ടിയതാണെന്ന് പറയുന്നു. എന്നിട്ട് ആര്യൻ അതിൻ്റെ അടിയിൽ കൂടെ, ഡോറിൻ്റെ അടിയിൽ കൂടെ നോക്കിയിട്ട് ആര്യന് ഉറപ്പായി ഇത് ബിഗ് ബോസ് പൂട്ടിയതാണെന്ന്. പക്ഷേ അക്ബർ വിശ്വസിക്കുന്നില്ല. അക്ബർ പറയുന്ന അല്ല, ഇത് ഒരാൾ പിടിച്ച് വലിച്ചേക്കുക. ആര്യൻ ഇത് നോക്കിയിട്ട് ആര്യൻ പോയി അവിടെ അങ്ങ് ഇരുന്ന്, സ്റ്റോർ റൂമിൻ്റെ അവിടെ മാറി അങ്ങ് ഇരുന്ന്. ആര്യന് സങ്കടം വരുന്നത് ഇത് ബിഗ് ബോസ് പൂട്ടിയതാണെന്ന് വെച്ചിട്ട്. ആര്യൻ ഇരുന്ന് കരയുവാണ്. അപ്പം അക്ബർ വന്നിട്ട് ചോദിക്കുന്നു, എടാ നീ എന്തിനാ ഇരുന്ന് കരയുന്നത്, അതിന് അത് തുറക്കും, നീ കരയാതെ എന്നൊക്കെ പറയുന്ന അക്ബർ. അന്നേരം സാബുമോൻ അതിൻ്റെ കൂടെ ഇങ്ങനെ ആ ഡോറിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കുനിഞ്ഞ് നോക്കുന്നുണ്ട്. എന്നിട്ട് അക്ബറും അവിടെ നിന്ന് നോക്കുവാണ്. പക്ഷെ എന്നിട്ട് അക്ബറിൻ്റെ സംശയം മാറുന്നില്ല, ഇത് ആരോ പിടിച്ച് വലിക്കുന്നതാണ് എന്ന്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് ഭയങ്കര ശക്തി അവർ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സാബുമോൻ നല്ല ശക്തിയിലാണ് പിടിച്ച് വലിക്കുന്നത്. അപ്പം ആതിര കണ്ണ് കാണിക്കുന്നു, ഓരോരുത്തരായിട്ട് വിടുന്ന്. അവിടെ ശക്തി കൂടിയപ്പോൾ ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഓരോരുത്തരായിട്ട് വിട്ടിട്ടിറങ്ങി ഓടി. അപ്പോഴത്തേക്ക് സാബുമോൻ വന്നിട്ട് പറയുന്നത് എടാ ലെഫ്റ്റ് പോയടാ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് അക്ബർ പറഞ്ഞു എടാ ലെഫ്റ്റിലോട്ട് ഓടിയത്. അപ്പോൾ ഇവർ കണ്ട് ആര്യനും വന്ന് നോക്കുന്നത്. അപ്പം ഇവർക്ക് മനസ്സിലായി ഇവരാണെന്ന് മനസ്സിലായി. ഇവർ ഓടി അങ്ങ് പോയി. പക്ഷേ അവരൊക്കെ മനസ്സിലായി. അന്നേരം ഇവർ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു എന്തായാലും നല്ല പണിയാണ് കാണിച്ചത്, ആര്യം പറയണേ. അപ്പോൾ നൂറ പറയാം, എന്തൊരു മണ്ടനാടാ ഞങ്ങൾ എത്ര നേരമായിട്ട് പിടിച്ചു വലിയും. നിങ്ങൾക്ക് അക്ബർ പറയായിരുന്നു എനിക്കറിയായിരുന്നു നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, പക്ഷേ ഷാനവാസിക്കാണെന്നാണ് വിചാരിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ സാബുമോൻ ചോദിക്കുകയാണ് എന്തൊരു ശക്തിയാണ് നിങ്ങൾക്ക്, ഇത്രയും ശക്തി എവിടുന്നാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റ് വേണ്ടി ഞാൻ വീണ്ടും വരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.